ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പരിതാപകരമായ ഒരവസ്ഥ നമ്മുടെ നാവ് തന്നെയാണ്. കാരണം പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ തരാൻ ആഗ്രഹിക്കാറുണ്ട്. പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ, പല ബന്ധങ്ങൾ വിള്ളലുകൾ ഉണ്ടാകാനും, പല ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനും ഒറ്റ കാരണം പലപ്പോഴും നമ്മുടെ നാവ് തന്നെയാണ്. എന്തിന്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും, വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതും, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതിനെല്ലാം ഒരു കാരണം നമ്മുടെ നാവ് തന്നെ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ 39:1 ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിൻ്റെ വഴി പാലിക്കും, എൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കെതിരായുള്ള ദുഷ്ടന്മാർ നിമിത്തം അന്യായത്തിൽ നിന്ന് എൻ്റെ വായെ ഞാൻ സൂക്ഷിക്കും. പ്രിയമുള്ളവർ, നമ്മുടെ ചുറ്റുപാടും നമുക്ക് ദുഷ്ടന്മാരുണ്ട്. നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. നമ്മളെ വീഴിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന പലരും നമ്മളെ വീഴിക്കാൻ നോക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്. അതുകൊണ്ട് ദുഷ്ടന്മാർ ചുറ്റും പതിയിരിക്കുമ്പോൾ നീ വീണു പോകാതിരിക്കാൻ നീ നാവിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നതും നല്ലതാണ്. ചെറിയ അവയവമാണ് നമ്മുടെ നാവെങ്കിലും നാവിലൂടെ അനേകരുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതേ നാവിലൂടെ തന്നെ അനേകർക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നീ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. ദൈവകൃപയിൽ നിറയുവാൻ നമുക്ക് സാധിക്കും. ആയത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.